എന്നിട്ട് ഞാൻ പിന്നെ സജിനെ വിളിച്ചു. സജിന ഇതേപോലെ പിന്നെ ഷിയാസ് അവൻ്റെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പിന്നെ നീ ഒന്ന് വിളിക്കാൻ പറ. കാരണം എൻ്റെ കഞ്ഞിയിൽ പാറ്റിട്ട് എൻ്റെ 2-3 വർക്കുകൾ കളഞ്ഞ്. എനിക്കിപ്പോൾ ആ വർക്കുകളുണ്ട് വളരെ ആശ്വാസമാണ്. കാരണം അത്യാവശ്യം ക്യാഷ് കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത് പാടില്ലല്ലോ. അപ്പോൾ സജിന അവനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സജിനെ വിളിച്ച് അവനെ വഴക്കുറേ എന്തോ ചെയ്ത് ഉടനെ അവൻ വാട്സപ്പിൽ തന്നെ തിരിച്ച് കോൾ ചെയ്തിട്ട് ഇതേപോലെ പിന്നെ അല്ല എനിക്ക് നിങ്ങളുണ്ടെങ്കിൽ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് വെക്കോ, എനിക്ക് പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞ എനിക്ക് അവിടെ നിന്ന് നിനക്ക് അവർ വിളിച്ച് പറഞ്ഞു, നീ ക്യാമറ കാര്യങ്ങൾ അതൊക്കെ നീ ആരായിന്, നീയൊക്കെ അത്രയും വലിയ സംഭവമല്ല, അത് ആദ്യം നിർത്തുന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചു ഇതാക്കി. പക്ഷെ പുള്ളി അത് അങ്ങോട്ട് അടുക്കുന്നില്ല. പുള്ളി പറയുന്നില്ല അങ്ങനെ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം നിനക്ക് എന്നെ പേടി ഉണ്ടാവുമായിരിക്കും. പേടി ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ വരുന്നൊരു വേദിയിൽ നിനക്ക് വരാൻ പറ്റാത്തത്. എന്നാൽ പുള്ളി പറയുന്നില്ല അങ്ങനെ പേടിയില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ ഉണ്ട് അവിടെ വരാം. അതായത് ഗുണ്ടായിസം പോലെ. ഞാൻ പറഞ്ഞു എനിക്ക് ഇടിച്ചു തോൽപ്പിക്കാനെന്നുള്ള ഇതില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. ഈ ബാലിശമായി ചിന്തിക്കുക, നീ പ്രാക്ടിക്കലായിട്ട് പറയൂ. നീ ഒരാളുടെ കഞ്ഞി പാറ്റിട്ടിട്ടാണോ നീ ഇങ്ങനെ, എന്തിന്റെ പേരിലാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്റെ പേരിലാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞ അങ്ങനെ സംഭവം. പക്ഷെ പുള്ളി അടുക്കുന്നില്ല. ഇന്നലെ ആ ഷോ കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ 19th അടുത്ത ഷോ ഉണ്ട്. അതൊക്കെ പക്ഷെ അത് ഇങ്ങനെ ക്യാൻസൽ. ഇപ്പൊ ഫാഷൻ ഷോയിലെ മിക്ക കുറെ ഷോകളും ഇത് കണക്കുള്ള എല്ലാ ഷോയിലും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം പൈസ മേടിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പോകുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞില്ല, ഞാൻ 1 രൂപ പോലും മേടിക്കാതാണ് ഞാൻ ഇങ്ങനെ ഗസ്റ്റായിട്ട് പോകുന്നത്. ഞാൻ 1 രൂപ മേടിക്കില്ല, ഫ്രീ ആയിട്ടാ പോകുന്നത്. ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് പൈസ കൊണ്ടാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യാനായിരിക്കും ഫാഷൻ. ഇത് എന്നെ സംബന്ധിച്ച് അതൊരു തൊഴിലാണ് ഇതെല്ലാം. എനിക്ക് ഫ്രീ ആയിട്ട് പോകാനോ അങ്ങനെയുള്ള ഒരു ഇത് എനിക്കില്ല, മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ നീ ബുദ്ധി പക്ഷേ നീ ചെയ്യുന്നത് ഒരിക്കലും മാന്യതയല്ല, അത് നിനക്ക് എപ്പോഴെങ്കിലും ഇതിന്റെ ഒരു തിരിച്ചടി സൃഷ്ടാവ് നിനക്ക് തന്നിരിക്കും. ഇത്ര ഞാൻ പറഞ്ഞോളൂ. ഇതാണ് അതിന്റെ സംഭവിച്ചത്. ഇത് അല്ല, അങ്ങനെ ഈ ഷിയാസ് കരീമുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരിക്കലും ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഈ ഷിയാസ് കരീമും ഞാനുമായിട്ട് ഒരു ഇഷ്യൂമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഒരു പഴയ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് വാട്ട് എവർ മേ ബി, നമുക്ക് ആ വ്യക്തിയുടെ പേര് പറയുക, നമ്മൾ അവരൊന്നും ഇതിൽ വലിച്ചഴിക്കുകയല്ല. ഞാനുമായിട്ട് ഒരു ഫോട്ടോ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പോ കണ്ടാലും ഒരു പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കും, നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോ, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യും. അത് ഈസി. നമ്മളെപ്പോഴും നമുക്കൊരു കള്ളത്തരം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. നമ്മൾ പബ്ലിക്കായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, അത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കള്ളത്തരങ്ങൾ ഉണ്ടാവില്ല. അതൊരു കോമൺ സെൻസ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പലരുടെയും കൂട്ടത്തിൽ വീഡിയോ ചെയ്യും. എന്റെ ഇൻസ്റ്റായിട്ട് നോക്കിയാൽ മതി, ഫോട്ടോ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയായിട്ട്, ഈ പറയപ്പെടുന്ന കുട്ടിയായിട്ട് ഫോട്ടോ ഇട്ടിരുന്നു, വീഡിയോ ഇട്ടിരുന്നു. ആ സംഭവം അപ്പൊ പുള്ളി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ഞാൻ പിന്നീട് അറിഞ്ഞ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായി. അപ്പൊ അതിൽപ്പെട്ട ഒരു സംഭവം പുള്ളിയുടെ മനസ്സിൽ ഒരു ഡാർക്ക് അടിച്ച് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലല്ലേ നമ്മൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.